ശരി, അപ്പോൾ നമുക്ക് നേരെ പോകാം ഇടുക്കി DCCയിലേക്കാണ്. അവിടെ നമുക്കറിയാം ഈ ഗ്രൂപ്പ് പോരൊരു പുതിയ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശനെ അനുകൂലിച്ച ഒരു വിഭാഗം നടത്തിയ പ്രകടനത്തെ ചൊല്ലി പാർട്ടിയിൽ ചേരിതിരിവ് അതിരൂക്ഷമായി മാറുകയാണ്. ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. പോകാം ഇടുക്കിയിലേക്ക്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, അപ്പോൾ ഇടുക്കി DCCയിലെ ഗ്രൂപ്പ് പോര് അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു, വാട്സാപ്പിലൊക്കെ ചേരിപ്പോരുകളായി മാറുന്നു. ഡീൻ കുര്യാക്കോസ് ഒക്കെ നടപടിക്കെതിരെയൊക്കെ രംഗത്തെത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു ഈ ഒരു പ്രകടനത്തിന്റെ പേരിൽ? തീർച്ചയായും അത് തന്നെയാണ് ഈ പ്രകടനത്തിന്റെ പേരിൽ ഇടുക്കി DCCയിൽ ഉണ്ടായിരിക്കുന്ന ചേരിപ്പോര് KC അനുകൂലികളും VD സതീശൻ അനുകൂലികളും തമ്മിലുള്ള ഒരു പോരായിട്ട് അത് മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് DCCയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അവിടുത്തെ ഒരു ജനറൽ സെക്രട്ടറി, DCC ജനറൽ സെക്രട്ടറി മങ്ങാട്ടുകരയിൽ വെച്ച് നടക്കുന്ന പ്രകടനത്തിൽ VD സതീശന് അനുകൂല പ്രകടനത്തിൽ പങ്കെടുക്കണമെന്ന സന്ദേശം ഔദ്യോഗിക ഗ്രൂപ്പിൽ തന്നെ പങ്കുവയ്ക്കുന്നു. ഇതേ തുടർന്നാണ് തർക്കങ്ങൾ ആ ഗ്രൂപ്പിൽ രൂപപ്പെടുന്നത്. KC വേണുഗോപാൽ പക്ഷക്കാരി എന്നറിയപ്പെടുന്ന KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ ഇതിനെ എതിർത്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ തന്നെയും പരസ്യമായി വരികയാണ്. പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണം, ഇത്തരം നടപടികൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് ആ ഗ്രൂപ്പിൽ തന്നെ KC പക്ഷക്കാരിയായ നേതാവ് ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഗ്രൂപ്പിൽ വലിയ ചർച്ചകൾ നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പിന്നീടാണ് ഈ പ്രകടനത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കൾക്കെതിരെ കർശനമായ നടപടി DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതൊരു ശരിയായ നടപടിയല്ല. ഇത്ര വേഗത്തിൽ സംസ്ഥാനത്തിന്റെ മറ്റെമ്പാടും ഇത്തരം പ്രകടനങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്ന ഘട്ടത്തിൽ ഇടുക്കിയിൽ മാത്രം ഇത്ര വേഗതയിൽ ദ്രുതഗതിയിൽ ഒരു കർശന നടപടിയിലേക്ക് കടന്നതിൽ ഒരു കൂട്ടം നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നലെ MP ഡീൻ കുര്യാക്കോസ് അതിൽ പരസ്യമായി തന്നെയും ഒരു പ്രതികരണം നടത്തുവാൻ തയ്യാറായിട്ടുള്ളത്. ഏതായാലും ഇടുക്കി DCCയിൽ KC വേണുഗോപാൽ അനുകൂല പക്ഷം, VD സതീശന് അനുകൂല പക്ഷം എന്ന രണ്ട് ചേരിതിരിവുകൾ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് പരസ്യമായി തന്നെയും പുറത്തുവരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം VD സതീശന് അനുകൂലികൾ വീണ്ടും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള നിലപാടിലേക്ക്, കൂടുതൽ കർശനമായ നിലപാടിലേക്ക് പോകുന്നു. പരസ്യമായ കൂടുതൽ പ്രതികരണത്തിലേക്ക്, ഒരുപക്ഷെ പ്രകടനങ്ങളിലേക്കൊക്കെയും ഇന്നും കടക്കാനുള്ള സാധ്യതയുണ്ട്. നേതാക്കൾ ഒട്ടും തന്നെ പിന്നോട്ടല്ല. അണികൾ ഈ VD സതീശന് അനുകൂലികളായ നേതാക്കൾ പറയുന്നത് പ്രവർത്തകരുടെ വികാരം VD സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നുള്ളതാണ്. പ്രവർത്തകർ വീട് കയറി വോട്ട് ചോദിച്ചതുകൊണ്ടാണ് വലിയ വിജയം UDFന് ഉണ്ടാക്കാനായത് എന്നുള്ളതാണ്. അതേസമയം KC വേണുഗോപാൽ പക്ഷക്കാരായ നിരവധി നേതാക്കൾ ഇടുക്കി ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ MLA-മാരായി ജയിച്ചിട്ടുള്ള നാലുപേരും തന്നെയും KC വേണുഗോപാലിന്റെ നോമിനികളാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇടുക്കി DCC ഒരു ഔദ്യോഗികമായ നിലപാട് ഈ വിഷയത്തിൽ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. അതേസമയം ഈ DCCക്കുള്ളിൽ നേതാക്കൾ തമ്മിൽ കർശനമായ അല്ലെങ്കിൽ രൂക്ഷമായ ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗിക ഗ്രൂപ്പിൽ പോലും അതിന്റെ തർക്കങ്ങൾ നടക്കുന്നു. നേതാക്കൾ തമ്മിൽ പരസ്പരം വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്നലെ പരസ്യമായി തന്നെയും നടപടിക്കെതിരെ VD സതീശന് അനുകൂല പ്രകടനം നടത്തിയ പ്രവർത്തകർക്കെതിരെ എടുത്ത നടപടിക്കെതിരെ MP പരസ്യമായി രംഗത്ത് വന്നതും ഇടുക്കി DCCയിൽ ഉണ്ടായിരിക്കുന്ന ഈ വേർതിരിവിന്റെ, ഈ ചേരിപ്പോരിന്റെ ഒരു പരസ്യമായ പ്രകടനമായിരുന്നു. ജിൽസി.